ഹലോ. തുടങ്ങട്ടെ. തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ജെമ്മിന്റെ തേർഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആൾക്കാർ കുറവാണ്. കൂടുതൽ ജോയിൻ ചെയ്ത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇന്നലത്തെ അന്നത്തെ മാതിരി ഒത്തിരി വൈകും. ഓക്കെ. അപ്പൊ ഓർത്ത് ദാഹർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നും കാള് വളരെ കുറവാണ്, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ ഇതിപ്പോൾ തേർഡ് ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ജെമ്മിൽ ഡയറക്റ്റ് പർച്ചേസ് ആണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ക്ലാസ്സിൽ കമ്പാരിസൺ, ഇത് 3 കമ്പനി കമ്പയർ ചെയ്തിട്ട് L1 പർച്ചേസ് ആണ് പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് ബിഡിങ് അല്ലെങ്കിൽ ജെമ്മിൽ ടെൻഡർ പ്രോസസ്സിലേക്ക് കടക്കാം. ബിഡിങ് തന്നെ പല ടൈപ്പ് ബിഡിങ് ഉണ്ട്. BOK ബിഡ്, കസ്റ്റം ബിഡ്. അപ്പം ഫസ്റ്റ് സിമ്പിൾ ബിഡ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ നമുക്ക് വെക്കാം. അപ്പോൾ സാധാരണ ബിഡിങ്ങിലേക്ക് കടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം കാണാം. ഓക്കെ. ഞാൻ എൻ്റെ ജെമ്മ് ID ലോഗിൻ ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റും വിചാരിക്കും. ഇതാണ് എൻ്റെ നൂൽപ്പ് FXCയിലെ ജെമ്മിൻ്റെ ഓപ്പണിംഗ് പേജാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ L1 പർച്ചേസ് പഠിച്ചു. ഇനി നമ്മൾ ബിഡിങ് ആണ്. സാധാരണ ജെമ്മിൽ ഇപ്പോൾ അപ് ടു 50,000 വരെ ഡയറക്റ്റ് പർച്ചേസും 50,000 ടു 10 lakh വരെ കമ്പാരിസൺ ചെയ്ത് വാങ്ങാം. 10 lakhൻ്റെ എബോളിൽ എല്ലാ പർച്ചേസും ബിഡിങ് അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്ഷൻ ചെയ്ത് വാങ്ങണം. അപ്പോൾ നമുക്ക് ഇന്ന് ബിഡിങ് പഠിക്കാം. അപ്പോൾ സാധാരണ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ മുകളിലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ എന്തായാലും 1 ടൈം പർച്ചേസ് ഒക്കെ 10 lakh കിടക്കുള്ളൂ. സാധാരണ ചെറിയ PHC CS കൾക്കൊന്നും 1 ടൈം പർച്ചേസ് ഒരിക്കലും 10 lakhൻ്റെ ഇപ്പോൾ പോവാറില്ല. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് കമ്പാരിസണിൽ L1 കമ്പാരിസണിൽ മാക്സിമം പർച്ചേസ് ചെയ്യാം. പിന്നെ 10 lakhന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബിഡ് വേണം. അതുമാത്രമല്ല 50,000 ടു 10 lakh വരെ L1 കമ്പാരിസൺ ആണെങ്കിൽ തന്നെ പോലും നമുക്ക് എന്ത് ചെയ്യാം, ബിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അവിടെയും ബിഡുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ജെം അത്രയും സിമ്പിളാണ്. അപ്പം സാധാരണ നമുക്കറിയാം, നമ്മളൊരു സ്ഥാപനത്തിൽ നമ്മൾ സാധാരണ ഒരു സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം 1 lakh 15,000 ടു 1 lakh വരെ കൊട്ടേഷനാണ്. സ്റ്റോർ പർച്ചേസ് മാനിൽ, പഞ്ചായത്ത് പർച്ചേസ് മാനിലല്ല. 1 lakh എബോവ് ടെൻഡറാണ്. 5 lakh എബോവ് പോവുകയാണെങ്കിൽ ഈ ടെൻഡറാണ്. അപ്പം ഈ ഒരു ഇതിൽ ജെമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ നമുക്കറിയാം, ഒരു സാധാരണ ഒരു ഓപ്പൺ ടെൻഡർ ആണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു ടെൻഡർ നോട്ടീസ് തയ്യാറാക്കണം. ടെൻഡർ നോട്ടീസ് തയ്യാറാക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്യണം. മിനിമം ഒരു 2-3 പേപ്പറിൽ കൊടുക്കണം. പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിലോ കൊടുക്കണം. പിന്നെ ടെൻഡർ ഫോമിൻ്റെ വിതരണം, ടെൻഡർ ഫോം ഫീ, EMD, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇതെല്ലാം കണക്കാക്കണം. അത് കണക്കാക്കിയിട്ട് സാധനം ചെയ്യണം. പിന്നെ മിനിമം 2 ടെൻഡർ അല്ലെങ്കിൽ റീടെൻഡർ പോകണം. അങ്ങനെ കുറേ പ്രൊസീജിയർ നമുക്ക് എല്ലാവർക്കും ഇത് അറിയുന്ന കാര്യങ്ങളാണ്, ഒരു ടെൻഡർ, ഓപ്പൺ ടെൻഡറൊക്കെ. അപ്പോൾ ജെമ്മിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയെന്നെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ജെമ്മിലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്കൊരു ഒരു ബയോകെമിസ്ട്രി അനലൈസർ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ, ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസറാണ് നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കാം. അപ്പം നമുക്കൊരു സെലക്ട് കൺസൈനി എടുത്തിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പേര് സെലക്ട് ചെയ്തു. ഒരു ജസ്റ്റ് ഫോർ ഈ ബിഡിൽ പർപ്പസ് കിടക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു മെഷീന്, ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 lakhൻ്റെ മുകളിലേക്ക് മാത്രമാണ് ബിഡ് നിർബന്ധമുള്ളൂ. പക്ഷെ നമുക്ക് 10 lakh താഴെ നമുക്ക് എന്ത് ചെയ്യാം, ബിഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഫോർ ഈ ബിഡിൻ്റെ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, എമൗണ്ട് നോക്കുന്നില്ല, നമുക്ക് ബിഡിലേക്ക് കടക്കാം.
അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിത് വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എനിക്കിത് വേണമെങ്കിൽ ഒരു ബയോകെമിസ്ട്രി അനലൈസർ എനിക്കിത് കമ്പയർ ചെയ്ത് വാങ്ങാൻ പറ്റും. കാരണം ഇതെന്താണ് 10 ലാഖിൻ്റെ താഴെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ. പക്ഷേ നമുക്ക് ഇതൊരു ബിഡിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് ബിഡ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തെടുത്തു. എൻ്റെ സ്ഥാപനത്തിലേക്ക് എനിക്കൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസർ വാങ്ങണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ അടങ്കൽ തുക 10 ലാഖ് എബോവ് ആണോ ആയിരിക്കാം, ആയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിഡ് എന്ന കോളം ടിക്ക് ഇടും. ഇതെടുത്ത് ആ ഒരു PSC ഓരോ ഓപ്ഷൻ കൂടെ കാണാം. അത് ഞാൻ പിന്നെ എന്ത് ചെയ്യാം, ഞാനത് പിന്നെ ഈ ക്ലാസ് ലാസ്റ്റ് പറയാം. അപ്പം ഇങ്ങനെ നമുക്കറിയാൻ പറ്റും. ഞാൻ ബിഡ് ടിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ ജമ്മ് കാണിച്ചതിൽ L1 സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോയി. ഇപ്പോൾ ബിഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം ജെമ്മ് കുറേ പ്രൊഡക്റ്റ് കാണിച്ചു തരും. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളുടെ കയ്യിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വാങ്ങേണ്ട പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായ സ്പെസിഫിക്കേഷൻ ഏത് ടൈപ്പാണ്, ഫുള്ളി ആണോ, സെമി ആണോ, സാമ്പിൾ ടൈപ്പ്, അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആവശ്യമായതൊക്കെ നമ്മൾ ടിക്ക് ഇടണം. നമ്മൾ ഏത് മെഷീനാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ നമ്മളുടെ ബയോമെഡിക്കൽ എഞ്ചിനീയർ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പർച്ചേസ് കമ്മിറ്റി ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഇതിലാവശ്യമായതൊക്കെ നമുക്ക് ടിക്കിട്ട് വെക്കണം. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീൻ ഏതാണോ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ കയ്യിൽ നേരത്തെ നമ്മളത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഏതാ കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ലാബ് ടെക്നീഷ്യൻ സപ്പോർട്ട് വേണം, ജില്ലയുടെ ബയോമെഡിക്കൽ എഞ്ചിനീയറുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അതെല്ലാം നിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ടിക്കിട്ട് കറക്റ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജെമ്മ് ആ സ്പെസിഫിക്കേഷനുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം ഇതിൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും നമുക്ക് KMCയിലൊക്കെ റേറ്റ് കോൺട്രാക്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് അഗാപ്പെ എന്ന് പറയുന്നത്. അപ്പം സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, അഗാപ്പെ എന്ന കമ്പനിയുടെ ഫുൾ ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസറാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് വാങ്ങാൻ പോകുന്നത്. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, ഞാൻ ആഡ് ടു കാർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബിഡ്, ഇത് ഒരു ബിഡ് ജെമ്മിൽ ടെൻഡർ ചെയ്യുന്ന ബിഡ് ആയതുകൊണ്ട് ഇവിടെ ബിഡ് എന്ന ഓപ്ഷൻ ടിക്ക് ഇട്ടെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അഗാപ്പ എന്ന് പറയുന്ന ഈ മെഷീൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് കാർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് കാർട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഈ ജെമ്മ് ഫുൾ ഓട്ടോമാറ്റിക്കിൽ കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നും കൂടി സ്പെസിഫിക്കേഷൻ ഫിൽട്ടർ ചെയ്ത് ടിക്കിട്ട് പോവാം. നമ്മൾ ഇവിടെ പ്രൊസീഡ് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ടിക്കിടാതെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ജെമ്മ് ചോദിക്കും അലോ എനി വാല്യൂ. നമുക്കൊരു ഏത് വാല്യൂ ആയാലും കുഴപ്പമില്ല, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഏത് വാല്യൂ ആയാലും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം, ഒന്നാമത്തെ ഓപ്ഷൻ ടിക്കിടാം. അതല്ല, നമ്മൾ ഓൾറെഡി ഒരു അഗാപ്പ എന്ന കമ്പനിയുടെ ഇതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ചൂസ് ദ സെലക്ടഡ് പ്രൊഡക്റ്റ് വാല്യൂ ആസ് ദ എലിജിബിൾ വാല്യൂ. അപ്പം അത് ടിക്കിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണോ ആഡ് ചെയ്തിട്ടുള്ളത് ആ സ്പെസിഫിക്കേഷൻ ആയിരിക്കും ജെമ്മ് ഫോർവേഡ് ചെയ്യുക. അല്ലെങ്കിൽ മാനുവലി നമുക്ക് എന്ത് ചെയ്യണം, കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കറക്റ്റ് ടിക്കിട്ട് എല്ലാം ഫില്ല് ചെയ്ത് പോകണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ചൂസ് ടു സെലക്റ്റഡ് പ്രൊഡക്റ്റ് വാല്യൂ ആണ് ടിക്കിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന 3 കമ്പനികളെ കാണിക്കും. ചിലപ്പോൾ അത് കുറേ കമ്പനികളുണ്ടാവും, ചിലപ്പോൾ ഒന്നുണ്ടാവും, ചിലപ്പോൾ രണ്ടുണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 2 കമ്പനികൾ അതായത് ഈ അഗാപ്പയുടെ ഫുൾ ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസർ സപ്ലൈ ചെയ്യുന്ന കമ്പനി, അതിൻ്റെ റീസെല്ലേഴ്സ് ഉണ്ട്, OEM ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണം ടിക്കിടാം. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ആനുവൽ ടേൺ ഓവർ ഉള്ള കമ്പനി നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ടിക്കിടാം. കാരണം അവർ അത്യാവശ്യം ടേൺ ഓവർ ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. നമുക്ക് രണ്ടാം ടിക്കറ്റ് അല്ലെങ്കിൽ OEM ടിക്കറ്റ് അതൊന്നും ഇത് ജെമ്മിന് ബാധകമല്ല. നമുക്ക് നല്ല ഇതുള്ള ഏതെങ്കിലും ഒരു ടിക്കറ്റ് എന്ത് ചെയ്യാം, നമുക്ക് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വരും, പ്രൊസീഡ് ടു ചെക്കൗട്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതേ ഓപ്ഷനാണ് നമുക്കറിയാം ഡയറക്റ്റ് പർച്ചേസിലും L1 ഈ പ്രൊസീഡ് ടു ചെക്കൗട്ടാണ് വരിക. അപ്പം ബിഡിലും ഇതേപോലെ തന്നെയാണ് വരിക. പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ L1 പർച്ചേസോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ
ഡയറക്റ്റ് ബാർ ബിഡ് എന്ന് കാണിക്കുക. ഇതിൽ ബിഡ് ടിക്കറ്റ് കൊണ്ട് ബിഡിന്ന് മാത്രമേ കാണിക്കുള്ളൂ. ബിഡിലേക്ക് ടിക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പം ഇവിടെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ബിഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ബിഡ്, അതിന് താഴെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇത്രയും സ്റ്റെപ്പുകൾ, സ്പെസിഫിക്കേഷൻ, കൺസെഗ്നി, ബിഡ് ഡീറ്റെയിൽസ്, EMD ബാർ, പെർഫോമൻസ് സെക്യൂരിറ്റി, സ്പ്ലിറ്റിംഗ്, MSC, MII, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, വെരിഫൈഡ് OTP. ഈ വെരിഫൈഡ് OTP കൊടുത്താൽ മാത്രമേ, ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മളൊരു ടെൻഡർ, ജെമ്മിലൊരു ടെൻഡർ ബിഡ് പബ്ലിഷ് ആവുള്ളൂ. അപ്പം ഫസ്റ്റ് എന്താണ്, സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സ്പെസിഫിക്കേഷൻ ആണ് ഇത്. അപ്പോൾ നമ്മളിവിടെ വ്യൂ ആൻഡ് ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ടിക്കറ്റ്, അഗാപ്പെ എന്ന് പറയുന്ന കമ്പനിയുടെ കാണാൻ പറ്റും. അഗാപ്പെ ഫ്ലോ ടെമ്പക്കാനിൽ ഇതിൽ ജെമ്മിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ മെഷീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഈ ജെമ്മിലില്ലാത്ത എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം നിങ്ങൾ ഏത് കമ്പനി വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ആ കമ്പനിക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ലോക്കൽ കമ്പനികളൊന്നും വരാതിരിക്കാനും നല്ല പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നല്ല പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ കമ്പനിക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ബിഡിൽ പങ്കെടുക്കുകയുള്ളൂ. എന്നിട്ട് ഇവിടെ ടിക്കറ്റ് കഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ഇത് ടെക്നോ കൊമേഴ്സ്യലിലൂടെ ഇവൻ്റ് ഡിമാൻഡ്സ് റിക്കോർഡ്, അത് നോർമലായിട്ട് ഇവിടെ നോ കൊടുത്താൽ മതി, ഡിഫോൾട്ടായിട്ട് കൊടുത്താൽ മതി, അതൊന്നും യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പെസിഫിക്കേഷൻ, നമ്മൾ കൊടുത്തിട്ടുള്ള ആ സ്പെസിഫിക്കേഷൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും എഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ കാണാൻ പറ്റും. എന്താ, നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ അപ്പോൾ നമ്മളത് വീണ്ടും സേവ് ചെയ്ത് ഞാനത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്, കണ്ടിന്യൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇതിലെ സ്പെസിഫിക്കേഷൻ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോണ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് കൺസെഗ്നി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇതിപ്പം ഒരു ജെമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിൽ ഇപ്പം ഇപ്പോൾ DMO ആണ് പ്രൈമറി യൂസർ. ഞാൻ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുറേ കൺസെപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത കൺസെഗ്നി കറക്റ്റ് അല്ലെങ്കിൽ ബിഡിൽ തെറ്റായിട്ടും കാണിക്കും. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കറക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദാഹർ മുഹമ്മദ് VP, ബയോൺ കൺസെഗ്നിയും ഒരാളാണ്. പിന്നെ എൻ്റെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഒരു ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. മാക്സിമം ഡെലിവറി ഡേയ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മിനിമം ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ അതിൽ 365 ഡേയ്സ് വരെ പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് കാണിക്കൽ 15 ഡേയ്സ് ആണ്. 15 താഴെ 10 ഡേയ്സ് കൊടുക്കാൻ കഴിയില്ല, അത് ജെമ്മ് മുന്നോട്ട് പോകില്ല. മിനിമം 15 ഡേയ്സ് ആണ് ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന 15 ഡേയ്സ്. നമ്മൾ ക്വാണ്ടിറ്റി ഒന്നല്ലേ, നിങ്ങൾക്ക് 2 ക്വാണ്ടിറ്റി കൂട്ടാം, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കറക്റ്റ് അല്ലേ നോക്കുക. പിന്നെ ഈ പ്ലീസ് അപ്ലോഡ് കൺസെഗ്നി, ഈ ഒരു ഓപ്ഷൻ വരുന്നത് വെച്ചാൽ ഇത് സാധാരണ നമ്മൾ പോലെ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല. ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ DHS ആണ് ഒരു പർച്ചേസ് ജെമ്മിൽ ചെയ്യണമെങ്കിൽ, DHS ഒരു 14 ജില്ലയിലേക്കും 14 DMമാർക്കാണ് ഇത് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് ആണെങ്കിൽ അവിടെയാണ് അങ്ങനത്തെ ഒരു DHS ഒരു ബയ്യർ ആകുമ്പോൾ DHS സാധനം വാങ്ങിയിട്ട് കൊടുക്കുന്നത് 14 ജില്ലകൾക്കാണെങ്കിൽ 14 ജില്ലയിൽ DMമാർ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സൽ ഫയൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് ഇപ്പോൾ ഇവിടെ നമുക്ക് ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കൺസെഗ്നി ഡീറ്റെയിൽസിലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൺസെഗ്നി എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെ കറക്റ്റ് ചെയ്തില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. പിന്നെ സ്റ്റാഗേർഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു A4 പേപ്പർ ഒരു 500 ബണ്ടിൽ A4 പേപ്പർ വാങ്ങണം. 500 ബണ്ടിൽ നിങ്ങൾക്കത് ഒറ്റ സമയത്ത് വൺ ടൈം നിങ്ങൾക്ക് 500 ബണ്ടിൽ സപ്ലൈ ചെയ്യേണ്ട. ഫസ്റ്റ് സപ്ലൈ ഒരു 250 ക്വാണ്ടിറ്റി,
അടുത്ത സപ്ലൈ ഒരു 250 ക്വാണ്ടിറ്റി, അങ്ങനെ സ്പ്ലിറ്റ് സ്റ്റാഗേർഡ് ആയി ഡെലിവേർഡ് ചെയ്യാൻ അത് ഓപ്ഷൻ. അത് നമുക്ക് ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം അതിനാണ് ആ ഓപ്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കൺസെഗ്നി ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്കിത് സേവ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ ചോദിക്കും ആർ യു ഷുവർ വാണ്ട് ടു സേവ് ദിസ് കൺസെഗ്നി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്ത് എന്ത് ചെയ്യാം, സേവ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ കൺസെഗ്നീൻ്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും നമ്മളെ സ്പെസിഫിക്കേഷൻ ഭാഗം ക്ലിയറായി, കൺസെഗ്നി ഭാഗം ക്ലിയറായി. ഇനി നമുക്ക് ബിഡ് ഡീറ്റെയിൽസ്. സാധാരണ നമ്മൾ ഓപ്പൺ ടെൻഡറോ ഇ ടെൻഡറോ കൊടുക്കുമ്പോൾ മിനിമം 15 ദിവസമാണല്ലോ നമ്മളൊരു ബിഡ് ക്ഷണിക്കാൻ കൊടുക്കാറ്. ഇവിടെ ജെമ്മിൽ മിനിമം 10 മാക്സിമം നമുക്ക് 45 ഡേയ്സ് വരെ നമുക്ക് ബിഡ് എന്ത് ചെയ്യാം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡിഫാൾട്ടായി എടുക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം 15 എടുക്കാം, 10 എടുക്കാം. മിനിമം 10 ഡേയ്സ് ആണ് ജെമ്മിൽ പറയുന്നത്. അതിന് കുറച്ച് ചെയ്യാൻ കഴിയില്ല. കോവിഡിൻ്റെ സമയത്ത് ഇത് 2 ഡേയ്സ് ബിഡ് ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ബിഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അർജൻറ്റായിട്ട് സാധനങ്ങൾ വേണമല്ലോ. ഇപ്പോൾ പൾസ് ഓക്സിമീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ മാസ്ക് ആണെങ്കിൽ നമുക്ക് 10 ഡേയ്സ് വെയിറ്റ് ചെയ്യാമെങ്കിൽ ആ സമയത്ത് ജെമ്മ് ഇതിലൊരു ഒരു ഇത് വരുത്തിയിരുന്നു, ഒരു എക്സെപ്ഷൻ വരുത്തിയിട്ട് ഇതിൽ മിനിമം 2 ഡേയ്സ് ആക്കിയിരുന്നു. ബിഡ് മിനിമം 2 ഡേയ്സ് മതിയായിരുന്നു. കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് മിനിമം വീണ്ടും 10 ഡേയ്സ് ആക്കി. അപ്പോൾ നമ്മൾ മിനിമം 10 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ട് ഇവിടെ ടൈം കാണിക്കും. ഞാൻ ഇന്നിപ്പോൾ ഡേറ്റ് 13 ആയതുകൊണ്ട് 23 എന്നാ കാണിക്കും. അപ്പം ഇതിപ്പം ഒരു ബിഡ് തുറക്കുന്ന ഒരു ഓഫീസ് ടൈം ആവണമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് മിനിമം 11 ഡേയ്സ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഡിറ്റ് കൊടുത്തിട്ട് ഓപ്പണിംഗ് ടൈം മോർണിംഗ് 10 ആക്കാം. അപ്പം 24:10 രാവിലെയാണ് ബിഡിൻ്റെ സമയം തീരുക. ഓപ്പണിംഗ് സമയം ഇതൊക്കെ ഡിഫാൾട്ടായിട്ട് ജെമ്മ് കാണിക്കും. 10:30 10 മണി വരെ ആർക്ക് ബിഡ് ചെയ്യാം, സെല്ലേഴ്സിന് ബിഡ് ചെയ്യാം. 10:30 ബിഡ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ബിഡ് ഓഫർ വാലിഡിറ്റി, ആ ബിഡിൻ്റെ കാലാവധി, അതായത് ആ ബിഡിൽ പങ്കെടുത്ത ആളുകൾ ആ ബിഡിൻ്റെ കാലാവധി മിനിമം 30 ഡേയ്സ് ആണ്. മിനിമം നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. ഡിഫാൾട്ട് 30 ഡേയ്സ് ആണ്. നമുക്കത് 15 ആക്കാം, 20 ആക്കാം, 25 ഉണ്ട്. നമുക്ക് ഡിഫാൾട്ട് കിടക്കുമ്പോൾ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. 30 ഡേയ്സ് കിടക്കുന്നുണ്ട്. ടൈപ്പ് ഓഫ് ബിഡ് ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. സിംഗിൾ പാക്കറ്റ് ആണോ 2 പാക്കറ്റ് ആണോ, അത് ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇ ടെൻഡറിലാണ് നമുക്കറിയാം ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും ഒറ്റ പാക്കറ്റിലാണെങ്കിൽ സിംഗിൾ ബിഡ്, അല്ലെങ്കിൽ ആ ടെക്നിക്കൽ ബിഡ് തുറന്നതിന് ശേഷമാണ് ഫിനാൻഷ്യൽ ബിഡ് തുറക്കണമെങ്കിലാണ് 2 പാക്കറ്റ് ബിഡ് എന്ന് പറയുന്നത്. അതൊന്നും ഞാൻ ആദ്യം ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നിങ്ങൾ സ്ഥാപനങ്ങളിൽ ഇ ടെൻഡറും ഓപ്പൺ ടെൻഡറൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. സാധാരണ ഡിഫാൾട്ട് നമുക്ക് എപ്പോഴും സേഫും എപ്പോഴും ചെയ്യാനും നല്ലത് എന്താണ്, 2 പാക്കറ്റ് ബിഡാണ്. ഇനി ഇതിൽ അടുത്തൊരു ചോദ്യമുണ്ട്, ഡു യു വാണ്ട് ടു ടേക്ക് ദിസ് ബിഡ് ടു RA പോസ്റ്റ് ടെക്നിക്കൽ ഇവാലുവേഷൻ. ഇത് എപ്പോഴാണ് ബാധകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കമ്പനി ഫോർ എക്സാമ്പിൾ ഒരേ രണ്ട് കമ്പനി L1 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ഓപ്ഷൻ, ഒരു ലേലം വിളിക്കേണ്ട ഓപ്പോസിറ്റ് നമുക്ക് ആരാണ് കുറച്ച് വീണ്ടും നമുക്കത് വീണ്ടും ഒരു RA ബിഡ് ഇട്ട് കഴിഞ്ഞാൽ ആ കമ്പനികൾക്ക് L1 കിട്ടിയ കമ്പനികൾക്ക് നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ അവർക്ക് വീണ്ടും റേറ്റ് കൊടുത്ത് നമ്മളിവിടെ യെസ് നോ കൊടുത്താലും ഏതെങ്കിലും കമ്പനി വീണ്ടും അത് രണ്ട് കമ്പനി L1 ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ RA ഓപ്ഷൻ നമുക്ക് തുറന്നു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഡിഫോൾട്ടായിട്ട് നോ കിടന്നു കേട്ടോ, ഒന്നും മാറ്റം വരുത്തേണ്ട. ടൈം ടു ബി അലൗഡ് ടു ദ സെല്ലർ ഫോർ ടെക്നിക്കൽ ക്ലാരിഫൈ ഡ്യൂറിങ് ദ ടെക്നിക്കൽ ഇവാലുവേഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇതിൽ നിങ്ങൾ ടെക്നിക്കൽ ബിഡ് തുറന്നു, ഒരു 5 കമ്പനി പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ 2 കമ്പനീൻ്റെ സ്പെസിഫിക്കേഷൻ അവർക്ക് കൊടുത്ത ഡോക്യുമെൻറ്റ്, നമ്മൾ ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സും സ്പെസിഫിക്കേഷൻ ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്വാളിഫൈ ചെയ്ത ഇത് കമ്പനികൾക്ക് നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ അവർക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർക്കത് ഹാജരാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് മിനിമം എത്ര സമയം കൊടുക്കണം, അവർക്കൊരു 1 ടൈം എന്ത് ചെയ്യാം, നമ്മൾ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്ത് അവർക്ക് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തതിനെ ചലഞ്ച് ചെയ്യാനോ അവർക്ക് മിനിമം ടൈം കൊടുക്കണം. ഇതിൽ മിനിമം ടൈം 2 ഡേയ്സ് ആണ്. അത് മാക്സിമം എത്ര വേണമെങ്കിലും അപ് ടു 20 ഡേയ്സ് വരെ കൊടുക്കാം. അപ്പോൾ 2 ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ 2 ഡേയ്സിനുള്ളിൽ നമ്മളിപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഒരു 5 കമ്പനി ടെക്നിക്കൽ ബിഡിൽ വന്നു, 3 കമ്പനി ക്വാളിഫൈ ചെയ്തു, 2 കമ്പനി നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തെങ്കിൽ ഈ 2 കമ്പനികൾക്കും 5 കമ്പനിക്ക് നോട്ടിഫിക്കേഷൻ പോകും, നിങ്ങളെ ബിഡ് ഇന്ന ബിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ പരിശോധിക്കുമ്പോൾ നിങ്ങളെ കമ്പനി ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പരിശോധിച്ചിട്ട് എന്താണ് റീസൺ കൊടുക്കാനുള്ള ഓപ്ഷനാണ്.
അപ്പോൾ മിനിമം 2 ഡേയ്സ് ഡിഫോൾട്ട് കിടന്നോട്ടെ. ബിഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഈ 3,50,000 എന്ന് പറഞ്ഞത് നമ്മൾ ഫസ്റ്റിൽ ആ അഗാപ്പ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തപ്പോൾ ജെമ്മിലുള്ള വാല്യൂ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു ഞാനിവിടെ 10 ലക്ഷം വെറുതെ കൊടുക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിൽ അടുത്തൊരു ചോദ്യമുണ്ട്, ഡു യു വാണ്ട് ടു ഡിസ്പ്ലേ ദ ബിഡ് എസ്റ്റിമേറ്റ് വാല്യൂ ഇൻ ബിഡ് ഡോക്യുമെൻറ്റ്സ്. അതായത് ഇത് ഡിഫോൾട്ട് എസ് ആണ് എടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സെല്ലേഴ്സിന് ഈ വാല്യൂ കാണണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നോ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇതിൻ്റെ ടെൻഡർ ഈ ബിഡ് ജമ്മിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിഡ് ഡോക്യുമെൻറ്റ്സ് സെല്ലർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിൽ അടങ്കൽ തുക കാണിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഡിഫോൾട്ടായിട്ട് എസ് ആ കിടക്കും, അവിടെ എസ് തന്നെ കിടന്നോട്ടെ. അപ്പം ഇത് സാധാരണ ഇങ്ങനെ കൊടുക്കുന്നത് മാക്സിമം, അതായത് സെല്ലേഴ്സിന് ചിലപ്പം മാക്സിമം റേറ്റ് കുറച്ച് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവാം വിചാരിക്കുന്നു. അപ്പം ഞാൻ സാധാരണ ഇതൊന്നും ഞാൻ മാറ്റാറില്ല, നമ്മൾ സാധാരണ എസ് തന്നെ കിടന്നോട്ടെ വേണ്ടത്. അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ഡിഫോൾട്ട് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. കോംപ്രഹെൻസീവ് മെയിൻ്റെനൻസ് കോൺട്രാക്ട് ഇപ്പം ഇതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ അതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് എന്താണ്, ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറേ ബിഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം ഇതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം ഇത് ഡിഫോൾട്ട് നോ കിടന്നോട്ടെ. പിന്നെ ഡു യു വാണ്ട് എനാബിൾ ഇൻസ്റ്റാൾ കമ്മീഷൻ ടെസ്റ്റിംഗ് ഫോർ ദിസ് ബിഡ്, അതൊക്കെ ഡിഫോൾട്ട് നോ കിടന്നോട്ടെ. അപ്പം ഇതിൽ ഡു യു വാണ്ട് അവൽ ITC ബേസ്ഡ് ഇവാലുവേഷൻ ഫോർ ദിസ്, അതും ഡിഫോൾട്ട് നോ കിടന്നോട്ടെ. അപ്പം ഇതിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ആർ യു നോട്ടിഫൈഡ് ബൈ അണ്ടർ സെക്ഷൻ അപ്ലിക്കബിൾ ഓഫ് RCM ഫ്രം അൺരജിസ്റ്റേർഡ് സെല്ലേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് നിങ്ങൾ ഇവിടെ നോ ടിക്കറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തുറന്നു വരും. ആ അപ്ലിക്കൽ GST ഇതൊന്നും ഫില്ല് ചെയ്യേണ്ട, ഇത് ജസ്റ്റ് ഇവിടെ സേവ് കൊടുത്താൽ മതി. സേവ് കൊടുത്ത് എന്ത് ചെയ്യാം, ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്. ലോക്കൽ ബിഡേഴ്സിനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ്. നമുക്ക് നല്ലൊരു അത്യാവശ്യം ടേൺ ഓവറൊക്കെ ഉള്ള കമ്പനിയാണ് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു തട്ടിക്കൂട്ട് കമ്പനികൾക്കൊന്നും ഈ ജമ്പിൾ ഈ ബിഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാരണം എന്താ വെച്ചാൽ നമ്മൾ വാങ്ങുന്നത് ഒരു ബയോകെമിസ്റ്റ് അനലൈസറാണ്. നമുക്കതിന് മിനിമം അതിൻ്റെ സർവീസ് കറക്റ്റ് കിട്ടാത്ത ഒരു പെട്ടെന്ന് തുടങ്ങിയ ഒരു കമ്പനി ആണെങ്കിൽ അത് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ടേൺ ഓവറൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ടേൺ ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ബിഡ് ആനുവൽ ടേൺ ഓവർ ഇൻ ലാക്സ് എന്ന് കൊടുത്ത് ഇതിൻ്റെ സൈഡിൽ ടിക്കറ്റ് ഒരു ഒരു റൗണ്ട് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് അതൊന്ന് വായിച്ചു നോക്കിയല്ലേ. ദ മിനിമം ആവറേജ് ആനുവൽ ഫിനാൻഷ്യൽ ടേൺ ഓഫ് ദ ബിഡ് ഡ്യൂറിങ് ലാസ്റ്റ് 3 ഇയർ, കഴിഞ്ഞ 3 വർഷത്തെ ബിഡ് ടേൺ ഓവറാണ് കാണിക്കുന്നത്. ഇതാണെങ്കിലാ നമ്മൾ ടോട്ടൽ അടങ്കൽ തുകയുടെ 50% വരെ നമുക്ക് ആവശ്യപ്പെടാം. അപ്പം 10 ലക്ഷമാണ്, 10 ലക്ഷത്തിൻ്റെ 50% വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ആനുവൽ ടേൺ ഓവർ ആവശ്യപ്പെടാം. അപ്പോൾ നമുക്ക് ഒരു 5 ലക്ഷം അങ്ങനെ എത്ര വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. അപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുക്കാം. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ അത് അപ് ടു 7 ഇയേഴ്സ് വരെ ചോദിക്കാമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ടിക്കറ്റാൽ. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് കാണിക്കുന്നത് 3 ഇയേഴ്സ്. അപ്പോൾ 3 ഇയേഴ്സ് കിടന്നോട്ടെ, മിനിമം 3 വർഷം ഇതേ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്തിട്ടുള്ള കാണുങ്ങൾ. പിന്നെ ഒരു OEM, അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സ് ആണെങ്കിൽ അപ്പം നമുക്ക് അവിടെ ടേൺ ഓവർ കൊടുക്കാം. അങ്ങനെ ഇതിൽ ഓരോന്ന് പാസ്റ്റ് പെർഫോം പെർസെൻറ്റേജ്, അപ്പോൾ അവരുടെയൊക്കെ ഇതേ കമ്പനി എത്ര ശതമാനം ഇതിൻ്റെ ഇതേ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എത്ര ശതമാനം, ഇതൊക്കെ ചോദിക്കുന്നത് ആ കമ്പനിയുടെ സെക്യൂരിറ്റി നമുക്ക് ബയ്യറായി നമുക്ക് ബോധ്യപ്പെടാനാണ്. കാരണം നമുക്ക് ഇതൊക്കെ നിങ്ങൾ എന്ത് 0 കൊടുത്താലും പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ കൊടുക്കുക, നമ്മൾ അത്രയും വലിയൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു കോടിക്കണക്കിന് രൂപയുടെയൊക്കെ പ്രൊഡക്റ്റ് വാങ്ങുമ്പം അത്രയും ടേൺ ഓവറും അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനി ആയിരിക്കണം നമുക്ക്. അപ്പോൾ അത് ഉറപ്പ് വരുത്താനാണ് എന്ത് ചെയ്യണത്, നമ്മൾ ഇതൊക്കെ കറക്റ്റ്. ഇത് സാധാരണ നമ്മൾ ഓപ്പൺ ടെൻഡറിൽ ഈ ടെൻഡറിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യുക, അപ് ടു 50% നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, മിനിമം നമ്പർ ഓഫ് ബിഡ് റിക്വയർഡ് ടു ഡിസേബിൾ ഓട്ടോമാറ്റിക് ബിഡ് എക്സ്റ്റൻഷൻ. അതായത് നമുക്കറിയാൻ പറ്റും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ടെൻഡർ വിളിക്കുകയാണെങ്കിൽ ഒരു ബിഡറാണ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ പർച്ചേസ് മാനുവലിൽ പറയുന്നത് ഒരു ബിഡറാണ് നമ്മൾ എന്ത് ചെയ്യണം, റീബിഡ് ചെയ്യണം. റീടെൻഡർ ചെയ്തിട്ട് വീണ്ടും ഒരു കമ്പനിയെ പങ്കെടുക്കുന്നു, നമുക്ക് ആ ബിഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ജമ്മ് ചോദിക്കുകയാണ്, അതായത് ഒരു കമ്പനി പങ്കെടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, നമ്മളെ തന്നെ ബയ്യറാൻ എന്ത് ചെയ്യണം,
ഇപ്പം തുറന്ന് നോക്കുമ്പം ഒരു കമ്പനി ഉള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം ഇവിടെ ജെമ്മ് ചോദിക്കുകയാണ് ഒരു കമ്പനി ഉള്ളെങ്കിൽ ഇത് ഓട്ടോ എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ട. അപ്പം നമ്മൾ മിനിമം എത്ര കമ്പനി വേണം, മിനിമം 2 കമ്പനി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ജെമ്മേനെ ഈ ബിഡ് എന്ത് ചെയ്യും, ഓട്ടോ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് വുഡ് ബി ഓട്ടോ എക്സ്റ്റെൻഡ്, എത്ര ദിവസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം ഫോർ എക്സാമ്പിൾ ബിഡ് തുറക്കേണ്ട ഡേറ്റ് ഇന്നായിരുന്നു 13-ന്. ഒരു കമ്പനി മിനിമം ഒരു കമ്പനിയെ പങ്കെടുത്തപ്പോൾ ഓട്ടോമാറ്റിക് ജെം എന്ത് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ബിഡ് ഒരു മിനിമം 3 ഡേയ്സ് ആണോ 4 ഡേയ്സ് ആണോ എത്ര ഡേയ്സിന് എക്സ്റ്റെൻഡ്, അപ്പോൾ മിനിമം ഡിഫോൾട്ട് മിനിമം 3 ആണ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 3 ടിക്ക് ഇടാം. അങ്ങനെ വീണ്ടും അത് ബിഡ് ഇട്ടതിൽ വീണ്ടും ഒരു കമ്പനിയാണ് വന്നെങ്കിൽ വീണ്ടും ജെമ്മ് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണോ. അപ്പോൾ അതും നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മിനിമം 2 പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്യണോ, വേണ്ട ഒരു പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, ഡിഫോൾട്ട് 1 ആണ്. അപ്പോൾ നമ്മൾ അതും ഡിഫോൾട്ടായിട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് പേയ്മെൻറ്റ് ടേംസ് നമ്പർ, നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ സെല്ലേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. നമുക്കത് മിനിമം എന്ത് ചെയ്യാം, 11 to 45 നമുക്ക് മിനിമം 15 ഡേയ്സ് അല്ലെങ്കിൽ നമുക്ക് 30 ഡേയ്സ് കൊടുക്കാം. നമ്മൾ സാധനം സപ്ലൈ ചെയ്ത് ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ പാർട്ടിക്ക് പേയ്മെൻറ്റ് കൊടുക്കും. ഇനി അടുത്ത ചോദ്യം, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫ്രം ദ സെല്ലർ. അതായത് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സെല്ലർ അടുത്ത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എസ് ഇടാം. എസ് ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ചോദിക്കാം. എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ, പാസ് പെർഫോമൻസ്, ബിഡർ ടേൺ ഓവർ, സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റഡ് ഇൻ ATC. അതായത് ഇതിലൊന്നും പെടാത്ത വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റഡ് ഇൻ ATC എന്ന് പറയുന്നത് ജെമ്മിൻ്റെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ കണ്ടില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ മൗസ് നീക്കുന്നുണ്ട്, ഇവിടെ ഈ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ഈ ബിഡിൽ നമുക്കായിട്ട് ആവശ്യമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടിക്കറ്റ് ചെയ്ത് നമുക്ക് ആവശ്യപ്പെടാം. അതായത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഏത് സെല്ലർ ആവണം, കേരളത്തിൽ GST രജിസ്ട്രേഷനുള്ള കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ സർവീസ് സെൻ്ററുള്ള കമ്പനി ആയിരിക്കണം. നമുക്ക് എന്ത് ഡോക്യുമെൻറ്റ്സും വേണമെങ്കിലും ബയ്യർക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഇടാം. ഞാനൊക്കെ ഡിഫോൾട്ടായിട്ട് ഇവിടെയൊക്കെ നോ കൊടുക്കും, ഒന്നും ടിക്ക് ഇടുന്നില്ല, നോ കൊടുത്ത് മുന്നോട്ട് പോകാം. ഇവിടെ എസ് കൊടുത്താലാണ് ഇതൊക്കെ ബാക്കിയെല്ലാം വരിക. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ ടിക്ക് ഇട്ടു. അപ്പം ഇനി ഇവിടെ അടുത്ത ചോദ്യം, ഡു യു വാണ്ട് ടു ഷോ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡഡ് ബൈ ദ ബിഡർ ടു ഓൾ ബിഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബിഡ്. അതായത് നമ്മളിപ്പം ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ജെം ഭയങ്കര ട്രാൻസ്പെറൻസിയാണ്. അപ്പോൾ ഈ ബിഡിൽ പങ്കെടുക്കുന്ന എല്ലാ കമ്പനികൾക്കും മറ്റു കമ്പനികൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും കാണാൻ പറ്റും. അപ്പം അത് മറ്റു കമ്പനി കാണണോ വേണ്ടോ തീരുമാനിക്കാനുള്ള ഒരു പവർ ജെമ്മ് ബയ്യറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ എപ്പോഴും എസ് കൊടുക്കണമെന്നാണ് നമുക്ക് എന്ത് ചെയ്യാതെ നമുക്ക് നല്ലത്. നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ ജെമ്മ് എന്തിനാണ് നിങ്ങൾ നോ കൊടുക്കുന്നത്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയും. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റു കമ്പനി ഡോക്യുമെൻറ്റ്സ് കാണണ്ട എന്ന് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്രയും ഒരു ഹൈ വാല്യൂ ഉള്ള പ്രൊഡക്റ്റാണ് മറ്റു കമ്പനി, നമ്മൾ ആവശ്യ ഡോക്യുമെൻറ്റ്സ് മറ്റ് കമ്പനികൾ കാണണ്ടെങ്കിൽ മാത്രം എന്തായാലും മതി, ഈ ഒരു ഓപ്ഷൻ ടിക്ക് ഇട്ടാൽ മതി. ഡിഫോൾട്ടായിട്ട് നമ്മൾ എപ്പോഴും ഇവിടെ എസ് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത ഓപ്ഷൻ നമുക്കറിയാൻ പറ്റും, സ്റ്റോർ പർച്ചേസ് മാനുവൽ പറയുന്നുണ്ട് ഈ ഉദ്യം രജിസ്ട്രേഷൻ, MSME, സ്റ്റോർ പർച്ചേസിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കൊന്നും എന്ത് വേണ്ട, EMD വേണ്ട, സെക്യൂർ ഡെപ്പോസിറ്റ് വേണ്ട, ടെൻഡർ ഫോം ഫീ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജെമ്മിൽ ചോദിക്കുന്നുണ്ട് ഈ MSME ഉള്ള കമ്പനികൾക്ക് ഇതിൽ എക്സെപ്ഷൻ കൊടുക്കണോ. അപ്പോൾ നമ്മൾ എസ് കൊടുക്കുകയാണെങ്കിൽ എന്തിലാണ് കൊടുക്കേണ്ടത്, ഫുള്ളായിട്ട് എക്സെപ്ഷൻ കൊടുക്കണോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടാണോ. ഇപ്പോൾ കംപ്ലീറ്റിൽ ടിക്കറ്റ് നിങ്ങൾ എന്തിലാണ് കൊടുക്കുന്നത്, എക്സ്പീരിയൻസിലാണോ ടേൺ ഓവറിലാണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിഫോൾട്ട് നോ കിടന്നോട്ടെ. നമ്മൾ ഒരു MSMEക്ക് എക്സെപ്ഷൻ കൊടുക്കണമെന്നില്ല. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് എക്സെപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നോ കൊടുക്കാം, പ്രശ്നമില്ല. ഇത് ഗവൺമെൻറ് സെല്ലേഴ്സിന് മാത്രമാണോ, അല്ല. കാരണം ഇതിൽ ജെമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൈവറ്റ് കമ്പനികൾക്കും ഈ ബിഡിൽ എന്തെങ്കിലും പങ്കെടുക്കാം. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് സെല്ല് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിട്ട് കമ്പനികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ കെൽട്രോണൊക്കെ പോലെ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർക്ക് മാത്രമേ ഈ ബിഡിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. വേണ്ട, എല്ലാവർക്കും ജെമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൈവറ്റും ഗവൺമെൻറ്റും എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതിൽ പങ്കെടുക്കാം. പിന്നെ സിംഗിൾ ലിമിറ്റഡ് ടെൻഡർ ആണ്, അല്ല നമുക്ക് നോട്ട് റെക്കോർഡ് കൊടുത്താൽ മതി.
പിന്നെ എക്സൽ അപ്ലോഡ് റിക്വയർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേറെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്രത്തെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ആ എക്സൽ അപ്ലോഡ് ആ എക്സലിൽ പറയുന്ന കാര്യങ്ങൾ കമ്പനി എന്തിനാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്, ഇത് ഞാൻ അടുത്തതിൽ പറയും. ഇത് ഡിഫോൾട്ട് നോ കിടന്നോട്ടെ. ഈ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് വരുന്നൊരു ഓപ്ഷൻ വരുന്നത് ഞാൻ ഇതിപ്പോൾ പ്രൊഡക്റ്റ് ബിഡാണ്. നമുക്ക് സർവീസ് ബിഡിൽ ഞാൻ എന്ത് ചെയ്ത് തരാം, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ അവിടെ ഡിഫോൾട്ട് നോ കിടന്നോട്ടെ. ഇനി പ്രീ ബിഡ് മീറ്റിംഗ്, നമുക്ക് ഈ ടെൻഡറിലൊക്കെ സാധാരണ കാണുന്നതാണ്. ടെൻഡർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കമ്പനികളുമായിട്ട് ഒരു മീറ്റിംഗ് വെക്കാം, പ്രീ ബിഡ് മീറ്റിംഗ് വെക്കാൻ. ടെൻഡർ ഓപ്പണിംഗ് അത് ഈ ടെൻഡറിലൊക്കെ നമ്മൾ ഈ ടെൻഡർ സൈറ്റിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ, ഇതൊക്കെ ഡിഫോൾട്ട് നോ എടുക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ മീറ്റിംഗ് വേണമെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റിംഗ് കൂടുന്ന ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ വേണമെങ്കിൽ 18-ാം തീയതി കൊടുക്കുക. അപ്പോൾ അടുത്ത ചോദ്യം വരും, പ്രീ ബിഡ് വെന്യൂ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കോൺഫറൻസ് ഹാള്, FXC നൂൽപ്പുഴ ആണ്. കോൺഫറൻസ് ഹാള്, FXC നൂൽപ്പുഴ, അങ്ങനെ പിന്നെ നമ്മളെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, വേറെ വരാൻ കാരണം ഇവിടെ എക്സ്പീരിയൻസിൻ്റെ സാധനം ചോദിച്ചോണ്ടോ. എസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് FXC കറക്റ്റ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. ടേൺ ഓവർ, ഒരു മിനിറ്റ്. ഇതിൽ ചെറിയൊരു എറർ ഉണ്ട്, ഒരു മിനിറ്റ് ഒന്ന് ക്ലിയർ ആക്കട്ടെ. ചെറിയൊരു അപ്പോൾ ഇപ്പം നമ്മൾ 3 കംപ്ലീറ്റ് ചെയ്തു. സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, കൺസൈനി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തു, ബിഡ് ഡീറ്റെയിൽസ്. ഈ ബിഡ് ഡീറ്റെയിൽസിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, ഞാൻ ഒന്നും കൂടെ പറയാം. മിനിമം 10 ഡേയ്സ്, അപ് ടു ഡേയ്സ് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ അപ് ടു എത്ര ഡേയ്സ്, അപ് ടു 40 ഡേയ്സ് വേണമെങ്കിൽ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. മിനിമം 10 ഡേയ്സ്. പിന്നെ നമുക്ക് ടൈം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കൊടുക്കാം. എപ്പോഴാണ് ബിഡ് തുറക്കേണ്ട സമയം കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ 2 പാക്കറ്റ് ബിഡ്, പിന്നെ മിനിമം ടെക്നിക്കൽ ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം എത്ര സമയം കൊടുക്കണം എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ബിഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഡിഫോൾട്ട് കാണിക്കാം, നമുക്ക് അത് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ബിഡ് വാല്യൂ കൊടുക്കാം. പിന്നെ
ഡോക്യുമെൻറ്റ്സ് എല്ലാവരും കാണുമ്പോൾ ഡിഫോൾട്ട് എസ് ടിക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബിഡ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, മിനിമം ഒരു കമ്പനിയാണ്. ഇപ്പം മിനിമം എത്ര കമ്പനി വേണം? 2 കമ്പനിക്ക് മിനിമം വേണം നമുക്ക്. നമ്മൾ സ്റ്റോർ പർച്ചേസ് മാനുവൽ നമ്മൾ അതാണ് പറയുന്നത് ഈ ടെൻഡറിൻ്റെ. അപ്പോൾ നമുക്ക് 2 കമ്പനി മിനിമം 2 കമ്പനി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ബിഡ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മിനിമം എത്ര ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യണം? 3 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യണം. പിന്നെ വൺ ടൈം മിനിമം എക്സ്റ്റെൻഡ് ചെയ്യാൻ സമയം ഒറ്റ പ്രാവശ്യം മതിയോ, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അതും കൂടെ ഇൻക്രീസ് അപ് ടു 3 ടൈംസ് വരെ നമുക്ക് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് ടൈം മിനിമം 30 ഡേയ്സ് ആണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സെല്ലർ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് കാണിക്കാം. പിന്നെ നമ്മൾ ആർക്കും എക്സെപ്ഷൻ കൊടുക്കുന്നില്ല, MSME കൊടുക്കുന്നില്ല. നമ്മൾ ബാക്കിയെല്ലാം നോ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രീ ബിഡ് മീറ്റിംഗ് വേണമെങ്കിൽ യെസ് കൊടുക്കുകയാണെങ്കിൽ ടൈമും പിന്നെ സ്ഥാപനത്തിൻ്റെ പേരും ഡീറ്റെയിൽസ് അഡ്രസ്സും കൊടുക്കാം. കമ്പനികൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ നമ്പറും കൊടുക്കാം. അവർക്ക് എന്തെങ്കിലും ആവശ്യം, പ്രത്യേകിച്ച് നോർത്തുള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ അവർ വിളിച്ച് ചോദിക്കും, നമുക്കിത് ഓൺലൈനിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് നമ്മളോട്. നമുക്ക് അത്ര സമയം പെട്ടെന്ന് യാത്ര ചെയ്ത് വരാൻ പറ്റാത്തതുകൊണ്ട് നമുക്കാണെങ്കിൽ ഓൺലൈനിൽ വെക്കണമെങ്കിൽ ഓൺലൈനിൽ വെക്കുകയും ചെയ്യാം, പ്രശ്നമില്ല. നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ജെം ബിഡിലെ പ്രധാനപ്പെട്ട 3 ഭാഗം നമ്മൾ കവർ ചെയ്തു. അടുത്തത് EMD ആണ്. ജെമ്മിൽ ആസ് പെർ ജെം പോളിസി എന്ത് വേണ്ട, അപ് ടു 5 ലക്ഷത്തിൻ്റെ മുകളിലെ ജെമ്മിൽ ജെം അലോ ചെയ്യുന്നുള്ളൂ EMD ചോദിക്കാൻ. അപ്പോൾ നമ്മളുടെ വാല്യൂ 10 ലക്ഷമാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? EMD ചോദിക്കാം. EMD ചോദിച്ചിട്ട് നമുക്കിവിടെ EMD നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്ത് എത്രയാണ് EMD, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 5,000 ഡിഫോൾട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് സെക്യൂർ ഡെപ്പോസിറ്റ് വേണോ ആണെങ്കിൽ അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും. ബാങ്കിൻ്റെ പേര്, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഏത് ബാങ്കാണോ നിങ്ങൾക്ക് വേണ്ട ആ ബാങ്കിൻ്റെ പേരിൽ അവർ അതിൻ്റെ കാലാവധി ഇപ്പോൾ അത്ര മിനിമം 2 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ എത്ര പെർസെൻറ്റേജ് ആണ് സെക്യൂർ ഡെപ്പോസിറ്റ് വാങ്ങേണ്ടത് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ആരെ പേരിലാണ് വേണ്ടത്? അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫാൾട്ടായിട്ട് ജെമ്മ് കാണിക്കുന്ന അഡ്രസ്സ്, നമ്മളുടെ അഡ്രസ്സ് ജെമ്മിലുള്ളത് കൊണ്ട് അത് കാണിക്കും. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ DMOയുടെ അഡ്രസ്സ് പ്രൈമറി യൂസർ ആയതുകൊണ്ട് ഡിഫാൾട്ടായിട്ട് അത് കിടക്കുക. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഫാമിലി ഹെൽത്ത് സെൻറ്റർ നൂൽപ്പുഴ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിക്കും. പിന്നെ ഡു യു വാണ്ട് ടു യൂസ് NESL ഫോർ BG വെരിഫിക്കേഷൻ, അതിന് ഡിഫാൾട്ടായിട്ട് നോ കൊടുത്തോളൂ, കുഴപ്പമില്ല. സേവ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ EMD ഭാഗം നമ്മൾ കവർ ചെയ്തു, സ്പെസിഫിക്കേഷൻ കവർ ചെയ്തു, കൺസേഗിനി കവർ ചെയ്തു, ബിഡ് ഡീറ്റെയിൽസ് കവർ ചെയ്തു, EMD ഭാഗം കവർ ചെയ്തു. ഇനി നമ്മൾ അതായത് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഈ മൈക്രോ സെക്ടർ കമ്പനി ഇവർക്കുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഈ സ്പാർട്ട് ക്വാണ്ടിറ്റി ബിഡിങ് അലോട്ട് പാർട്ട് ക്വാണ്ടിറ്റി, അതായത് പകുതി സപ്ലൈ ചെയ്യുക പകുതി പിന്നെ സപ്ലൈ അതുണ്ടായില്ല, ഡിഫോൾട്ട് നമ്മൾ നോ കൊടുത്താൽ മതി. ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫോൾട്ടായിട്ട് നോ തന്നെ കൊടുത്തു പോയാൽ മതി. ഈ ഭാഗങ്ങളൊക്കെ അധികം വരുന്നത് ഈ കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസിനൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? നോ കൊടുത്ത്, സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല. ഇത് MI മേക്ക് ഇൻ ഇന്ത്യ കമ്പനികൾക്ക് മാത്രമാണ് ഈ ബിഡ് ഉള്ളത്, അല്ല, ഇത് എല്ലാവർക്കും പങ്കെടുക്കാം. പിന്നെ നിങ്ങൾക്കിത് മേക്ക് ഇൻ ഇന്ത്യ കമ്പനികൾക്ക് പ്രിഫറൻസ് കൊടുക്കണോ? അത് വേണ്ട, ഡിഫോൾട്ട് നോ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മെനൂസും ഡിസേബിൾ. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മെച്ചം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 5 കമ്പനി പങ്കെടുത്തു. അതിൽ L1 L2 കിട്ടിയ കമ്പനി ആണ് അവർ ഒരു മേക്ക് ഇൻ ഇന്ത്യ കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്ടർ എൻ്റർപ്രൈസസ് ആണെങ്കിൽ അവർ L1നേക്കായും അവർക്ക് എത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യാം? കൂടുതൽ കോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ് ടു അത് എത്ര പെർസെൻറ്റ് വേണം ഇവിടെ കാണിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പം L1 പ്ലസ് എത്ര പെർസെൻറ്റേജ് വരെ ആർക്ക് കോട്ട് ചെയ്യാൻ പറ്റും? ഈ MI മേക്ക് ഇൻ ഇന്ത്യ കമ്പനിയിൽ കോട്ട്. അപ്പോൾ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആണ് കോഡ് സമയത്തൊക്കെ. അങ്ങനെ അത്രയും വലിയ പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ ആവശ്യം നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് നോ കൊടുത്താൽ മതി. പിന്നെ ഈ പ്രൊഡക്റ്റ് MSC വേണ്ട, അത് ഡിഫോൾട്ട് നോ കൊടുക്കാം. ഡു യു വാണ്ട് ടു പ്രൊവൈഡ് പർച്ചേസ് റെഫറൻസ് ടു MSC OEM വേണ്ട, നോ കൊടുക്കാം. അപ്പോൾ ബാക്കി എല്ലാം എന്ത് ചെയ്യും? ഡിഫോൾട്ടായിട്ട്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ കമ്പനികൾക്കും MSC കമ്പനികൾക്കും നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയണം എത്ര പെർസെൻറ്റേജ് വരെ അവർക്ക് എന്ത് ചെയ്യാം?
കൂടുതൽ കോട്ട് ചെയ്യാൻ പറ്റും L1 ഒക്കെ ആയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കമ്പനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ഗവൺമെൻറ് ചെറുകിട സ്ഥാപനങ്ങളെയും മേക്ക് ഇൻ ഇന്ത്യ കമ്പനികളെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ കൊണ്ടുവന്നത്. നമുക്കതിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫോൾട്ട് നോ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് പോവുകയാണ്. ഈ ബിഡിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോണത്. അപ്പം ഇവിടെ ഡിഫാൾട്ടായിട്ട് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിക്കറ്റ്. ഞാൻ ഇതിൽ വാറണ്ടിയാണ് എടുക്കുന്നത്. വാറണ്ടി എടുത്തിട്ട് ഇതിൽ മിനിമം ഒരു സാധനം ടിക്കറ്റ് പോലെ കിട്ടുക. അപ്പോൾ വാറണ്ടിയിൽ ഞാൻ വാറണ്ടി ടിക്കറ്റ് ഇട്ട് നിങ്ങൾക്ക് നമുക്ക് ഇത് എത്ര വർഷം വാറണ്ടി ആവശ്യപ്പെടാം. അപ്പോൾ ഞാനിവിടെ മിനിമം ഒരു 5 വർഷം വാറണ്ടി എനിക്കിതിന് വേണം ഈ പ്രൊഡക്റ്റിന്. പിന്നെ അത് അപ്ഡേറ്റ് കൊടുത്തു. ഇനി എനിക്ക് അഡീഷണൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക. ബയ്യർ ആഡഡ് ബിഡ് സ്പെസിഫിക് ATC. ഇത് ടിക്കറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും. നമുക്ക് ബയ്യറിന് വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഇതിൽ ഡിഫാൾട്ടായിട്ട് കൊടുക്കാത്ത ഇത്രയും ഓപ്ഷൻസുകളുണ്ട്. ഇതിൽ വേറെ എന്തെങ്കിലും ബയ്യറിന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് കഴിഞ്ഞാൽ അത് വേർഡ് ഫയലായിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അഡീഷണൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ ബിഡ് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി, കുറച്ചും കൂടി സ്ട്രിക്റ്റ് കമ്പനി പങ്കെടുക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ്, സെല്ലർ ഷുഡ് ബി രജിസ്റ്റേർഡ് ഇൻ കേരള, അങ്ങനെ കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ അപ്ലോഡ് GST സർട്ടിഫിക്കറ്റ് കോപ്പി, അങ്ങനെ നമുക്ക് എന്ത് വേണം, നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ സെല്ലർ ഷുഡ് പ്രൊവൈഡ് എന്താണ് ഇൻസ്റ്റാളേഷൻ സർട്ടിഫിക്കറ്റോ അത് വേണം നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം. ഇത് നമുക്ക് ചോദിച്ചിപ്പോൾ ആ കമ്പനിക്ക് തരണമെന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് എന്ത് വേണോ നമുക്കിവിടെ ബയ്യർ, ആസ് എ ബയ്യർ നമ്മളെ റൈറ്റ്സ് ആണ് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്രി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, ഈ ബിഡിൻ്റെ ഡ്രാഫ്റ്റ് ബിഡായി. ഇനി നമ്മൾ ഇവിടെ ഈ എഗ്രി ടിക്കറ്റ് ജനറേറ്റ് കീ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ OTP ചോദിക്കും. ഇവിടെ കൊണ്ട് ടിക്കറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിഡ് ജെമ്മിൽ പബ്ലിഷ് ആവും. ഇതുവരെ ഈ ബിഡ് ജെമ്മിൽ പബ്ലിഷ് ആയിട്ടില്ല. അപ്പം ഇവിടെ ഡ്രാഫ്റ്റ് ബിഡ് എന്നൊരു ഓപ്ഷങ്ങൾ കണ്ടല്ലോ, ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു ജെമ്മിൽ ഒരു PDF ഫയൽ ഡൗൺലോഡ് ആവും. ഇങ്ങനെയാണ് ആ ബിഡ് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഈ ഇതാണ് സെല്ലേഴ്സിൻ്റെ മെയിലിലേക്കും അവർക്ക് നോട്ടിഫിക്കേഷൻ പോവുക. ഇങ്ങനെ ഒരു ബിഡ് നമ്പർ പബ്ലിഷ് ചെയ്യാൻ ഇതിപ്പോൾ പബ്ലിഷ് ചെയ്തത് ഡ്രാഫ്റ്റാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഓരോന്ന് കാണിക്കും, എന്നാണ് ബിഡ് എൻഡ് ചെയ്യണത്, ബിഡ് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് എന്നാണ്, എന്താണ് ഐറ്റം, ക്വാണ്ടിറ്റി എത്രയാണ്, ടേൺ ഓവർ, ഇതിൽ ഫുൾ ഡീറ്റെയിൽസ്, സപ്ലൈ ചെയ്യേണ്ട നമ്മൾ കൊടുത്ത ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഇതിലുണ്ടാവും. ഏത് സ്പെസിഫിക്കേഷൻ മൊത്തം സാധനം, അഡീഷണൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കൺസേഗിനിയുടെ അഡ്രസ്സ്, നമ്മൾ കൊടുത്തിട്ടുള്ള അഡീഷണൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഇതിലിങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ OTP കൊടുക്കുന്നില്ല. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിഡ് എന്തായി, പബ്ലിഷായി. പബ്ലിഷ് ചെയ്ത ബിഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ലിസ്റ്റ് ഓഫ് ബിഡ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിഡ് ഇതിപ്പം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബിഡുകളാണ്. ഇതിപ്പം ഞാനിപ്പം എൻ്റെ FX നൂൽപ്പയിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബിഡുകളാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ ബിഡ് വന്നിങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പം ഇവിടെ നമുക്ക് നമ്മൾ ബിഡ്
പബ്ലിഷ് ചെയ്ത ബിഡ് ഇങ്ങനെ കാണിക്കും. അപ്പം ഇത് തുറക്കേണ്ട ഡേറ്റും ഇതൊക്കെ നമ്മൾ കാണാൻ പറ്റും. ഈ ബിഡ് ഓൾറെഡി കഴിഞ്ഞ നവംബറിൽ 26 തുറന്ന ബിഡാണ്. കാരണം നമ്മളിപ്പോൾ ചെയ്ത ബിഡ് ഡ്രാഫ്റ്റിലാണ് എടുക്കുന്നത്. നമ്മൾ ഒരിക്കലും പബ്ലിഷ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ വരുള്ളൂ. അപ്പോൾ പുതിയ നമ്മൾ ബിഡ് പബ്ലിഷ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യില്ല, ഈ ഈ മെനുവിൽ കാണിക്കില്ല. മിനിമം 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് എടുക്കും ആ നമ്മൾ പബ്ലിഷ് ചെയ്ത ബിഡ് ഇവിടെ കാണിക്കണമെങ്കിൽ. അപ്പം ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു നവംബർ മാസം പബ്ലിഷ് ചെയ്തൊരു ബിഡാണ്. അപ്പോൾ ആ ബിഡ് ഡോക്യുമെൻ്റ് ആണിത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരു MP-LADS ഫണ്ടിൽ ഓഫ്താൽമോളജി എക്യുപ്മെൻറ്റ്സ്, ഒരു ഓട്ടോ റിഫ്രാക്ടോമീറ്ററോ നോൺ കോൺടാക്ട് ഒരു കുറച്ച് ഐറ്റംസ് ബിഡ് ചെയ്ത ബിഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പം ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബിഡ് ഇതാക്കണം. അപ്പോൾ നമ്മൾ ബിഡ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബിഡ് പബ്ലിഷ് ഞാൻ ആ ബിഡ് കാണിക്കുന്നത് നേരത്തെ പബ്ലിഷ് ചെയ്തൊരു ബിഡ് കാണിക്കാം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് CCTV കാര്യങ്ങളും ചെയ്തൊരു ബിഡാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബിഡ് നമ്പർ JEM/2025/B/6474/74 ഒരു ബിഡ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് CCTV അതേപോലെ തന്നെ നെറ്റ്വർക്കും ചെയ്യാൻ വേണ്ടി ചെയ്തൊരു ബിഡാണ്. അപ്പോൾ ആ ബിഡ് ഞാൻ ഓൾറെഡി തുറന്ന ബിഡാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ബിഡ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഈ ബിഡിൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ ഫുൾ ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസർ ബിഡ് തുറക്കേണ്ട സമയം എന്നാണ്, 24/12 രാവിലെ 10:30ക്കാണ് തുറക്കേണ്ടത് അല്ലേ. അപ്പം അതേപോലെ ഇത് ഞാൻ പബ്ലിഷ് ചെയ്തൊരു ബിഡാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും ഓപ്പൺ ഓപ്പൺ ഇപ്പോൾ ഈ ബിഡ് ഞാൻ ജൂലൈയിൽ ഓപ്പൺ ചെയ്ത ബിഡാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നമുക്ക് എന്തായിരിക്കും ഇവിടെ എഴുതി കാണിക്കുക, ഫുൾ ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസർ എന്നായിരിക്കും. അപ്പം നമ്മൾ ആ ബിഡ് തുറക്കുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ബിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓപ്പൺ ബിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഈ ബിഡ് തുറന്ന ബിഡാണ്. അതുകൊണ്ടാണ് ഇതിന് ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ തുറന്നിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ബിഡ് തുറന്നു കഴിഞ്ഞാൽ ടെക്നിക്കൽ ബിഡ് തുറക്കാൻ വേണ്ടി ആദ്യം പറയും. അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ ബിഡ് തുറക്കണം. 2 പാക്കറ്റ് ബിഡ് ആണല്ലോ, അത് കഴിഞ്ഞിട്ട് ഇത് ടെക്നിക്കൽ ബിഡാണ്. അപ്പം ആദ്യം നമുക്ക് എമൗണ്ട് കാണില്ല. അപ്പം ഓട്ടോമാറ്റിക് 3 കമ്പനിയാണ് അന്ന് ഈ ബിഡിൽ പങ്കെടുത്തത്. അപ്പം 3 കമ്പനിയും ഞാൻ അവരുടെ ഇത് വെരിഫൈ ചെയ്തു, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വെരിഫൈ ചെയ്തപ്പോൾ അവിടെ എല്ലാം മാച്ച് ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ ടെക്നിക്കൽ ബിഡ് ഓഫ് സ്റ്റാറ്റസ് ക്വാളിഫൈ ആണ്. 3 കമ്പനീനെ എന്ത് ചെയ്തു, ക്വാളിഫൈ ചെയ്തു. ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫിനാൻഷ്യൽ ബിഡ് തുറന്നു. ഫിനാൻഷ്യൽ ബിഡ് തുറന്നപ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രൈ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയാണ് L1 ആയത്. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് ഇവർക്ക് വർക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ ഇവർക്ക് വർക്ക് ഓർഡർ കൊടുത്തു. അപ്പം വർക്ക് ഓർഡർ കൊടുത്ത് ഇവർക്ക് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ L1 പർച്ചേസിലും അതേപോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ആ പേജിലേക്ക് പോവുക. നമ്മൾ അവിടെ ഒരു പ്രൊസീഡിങ്സ് അപ്ലോഡ് ചെയ്യുക. OTP കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ്, പിന്നെ ഇത് ഞാനിപ്പോൾ ലൈവാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റെ അടുത്തൊരു ബിഡ് ഓപ്പൺ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തേക്ക് ഞാൻ അതിൻ്റെ PDF ഒന്ന് നോക്കട്ടെ. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്.
ഉം. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിലൊരു ബിഡ് ഡോക്യുമെന്റ് ഇപ്പം നമ്മൾ ഇതിൽ ബിഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബിഡ് തുറക്കേണ്ട ഭാഗത്തേക്ക് അത് എനിക്കൊന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഞാൻ എടുക്കാം. കാരണം ഇതിൽ ഞാൻ ബിഡ് പബ്ലിഷ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്കും. അപ്പം ഇതാണ് ജെമ്മിൽ ഒരു ബിഡ് പബ്ലിഷ് ചെയ്യണത്. ബിഡ് തുറക്കണ ഭാഗത്ത് എനിക്കൊന്ന് അതിൻ്റെ PDF എൻ്റെ അടുത്ത് ഇതിൽ മിസ്സായിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പം ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്? ഇത്രയും പറഞ്ഞ കാര്യങ്ങളും സംശയങ്ങൾ ആൾക്ക് വളരെ കുറവല്ലോ. ഇതാരും കണ്ടിട്ടില്ല ഇങ്ങനെ ജെമ്മിൻ്റെ ക്ലാസ് ഉള്ളത്. കുറവ് താല്പര്യം ഇല്ലാത്ത എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇതാണ് ബിഡ് പബ്ലിഷ് ചെയ്യേണ്ടത്. ഇനി ബിഡ് തുറക്കേണ്ടതും പിന്നെ ഒരു BOK ബിഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജെമ്മിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾക്കത് ജെമ്മിലൂടെ വാങ്ങണമെങ്കിൽ അത് BOK ബിഡ് ആക്കിയിട്ടോ കസ്റ്റം ബിഡ് ആക്കിയിട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. അപ്പം അത് ആദ്യം ആ പ്രൊഡക്റ്റ് ആസ് എ ബയ്യർ ജെമ്മിൽ അത് ആഡ് ചെയ്യണം, എന്നിട്ട് അത് ബിഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ജെമ്മിലുണ്ട്. അപ്പോൾ ഏത് പ്രൊഡക്റ്റും നമുക്കിപ്പോൾ മാർക്കറ്റിൽ നമുക്കത് ജെമ്മിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജെമ്മിലോട് വാങ്ങാനുള്ള ഒരു ഓപ്ഷന് ജെമ്മിലുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അടുത്ത ക്ലാസ് വരുമ്പോൾ എനിക്കൊരു ഒരു ഒരു ലാസ്റ്റ് ഒരു ക്ലാസ് കൂടി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഫൈനൽ ഭാഗം പിന്നെ ഇതിൻ്റെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കൂടി ഞാൻ ആ BOK ബിഡിൻ്റെ ക്ലാസ്സും ഞാൻ എടുക്കാം. ഇപ്പം നിങ്ങൾ ബിഡ് പബ്ലിഷ് ചെയ്യുന്നവരെ ഞാൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കൊന്ന് ആകെ 6 പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്താ എന്ത് പറ്റി? ഫസ്റ്റ് ക്ലാസ് വന്ന ആളൊന്നും ആരും കാണുന്നില്ല. സാറേ, ആളുകൾ കുറവാണല്ലോ. എന്നാ ഇതന്നെ അറിഞ്ഞിട്ടില്ല ആരും. ഉം. അറിയാഞ്ഞിട്ടല്ല, എല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് 175 പേരുണ്ടായിരുന്നു. അതെ 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 അതെ. ഇനി സെക്കൻഡ് എന്തെങ്കിലും ക്ലാസ്സിൽ ഞാൻ എൻ്റെ വേ ഓഫ് ക്ലാസ് മാറ്റണോ? അത് മനസ്സിലാകത്തന്നെ അത് പറയണം. അറിഞ്ഞൂടാ, മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോ അതിന് സ്പെഷ്യാലിറ്റിയിലായ കാരണം എനിക്ക് വലിയ റോളൊന്നും ഇല്ലെങ്കിലും എനിക്കും മനസ്സിലാവേണ്ട രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ ആക്ച്വലായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അത് കൂടുതൽ. അതോ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറവാണോ? ചാർജിൽ ഏഹ് ഇരിക്കുന്ന ആളുകൾക്കായിരിക്കും ഭയങ്കര പ്രയാസം ഉണ്ടാവുക. പക്ഷെ ഇന്ന് ചാർജ് ഇല്ലാത്ത ആൾ നാളെ ചാർജിന് വരുമല്ലോ. അത് ആലോചിക്കുന്നില്ല. എന്തായാലും ഏതായാലും നമ്മളിന്റെ പക്ഷെ പലരും ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡിങ്സ് ചോദിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പോ അങ്ങനെ റെക്കോർഡിങ്സ് പിന്നെ നമ്മൾ വാട്സാപ്പ് മറ്റേ യൂട്യൂബിൽ എന്താ പറയാ അപ്ലോഡ് ചെയ്യണത് അവർ കാണുന്നുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ പിന്നെ ആക്ച്വലി ഒരു പർച്ചേസ് നടക്കുമ്പോഴേ അവർക്ക് അതിന്റെ ഒരു പ്രോബ്ലം മനസ്സിലാവത്തുള്ളൂ. ഓക്കെ ഓക്കെ അപ്പോ എന്തായാലും ആള് കുറവാണെന്നെങ്കിലും ഞാനിത് റെക്കോർഡിംഗ് എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. ഓക്കേ. നമുക്ക് ഒരു ക്ലാസ് കൂടി വേണമെന്നല്ലേ പറഞ്ഞത്, പിന്നെ ആ നമുക്ക് സാർ, സൗകര്യം പോലെ ഇന്നത് കഴിഞ്ഞിട്ട് പ്ലാൻ വെക്കാം. ചെയ്യാം. അതെ അതെ അതെ. ഇപ്പൊ ഓക്കെ. പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് കവർ ചെയ്തു. കഴിഞ്ഞ 2 ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഭാഗം കവർ ചെയ്തു. ബിഡ് കുറച്ച് ആൾക്കാരെ ചെയ്യാറുള്ളൂ പൊതുവേ. ഇനി ആ, സാറേ ആ. ബിഡ് തന്നെ കുറേ കാറ്റഗറി ഓഫ് ബിഡ് ഉണ്ട്, ടെൻഡർ. അപ്പോൾ അത് ഞാൻ ഒരുമിച്ച് പറഞ്ഞ കൺഫ്യൂഷൻ ആയിട്ടാണ് പറഞ്ഞു പോവാത്തത്. ഇപ്പൊ കുറെ ഉം, ഉം, ആളുകൾ ഉം. പിന്നെ വേണമെങ്കിൽ അടുത്ത ഇനി വേണമെങ്കിൽ പറയാം, എടുക്കാം. കുഴപ്പം എനിക്ക് എത്ര എടുക്കാൻ സന്തോഷമുള്ളൂ പഠിച്ച കാര്യം ഷെയർ ചെയ്യാൻ. ഓക്കെ. അപ്പൊ എന്തായാലും തൽക്കാലം ഇപ്പൊ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. റെക്കോർഡിങ്സ് പബ്ലിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് കൂടി പിന്നെ പ്ലാൻ ചെയ്തിട്ട് വെക്കാം. വെക്കാം ഓക്കെ. സാർ. അപ്പൊ എന്തായാലും ഇത്രയും മെനക്കെട്ട് ഇതിനു വേണ്ടി ക്ലാസ് എടുത്ത അദ്ദേഹത്തിന് KGM-ന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുകയായിരിക്കും റെക്കോർഡിങ്സ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. നൈറ്റ് സാർ. താങ്ക് യു. ഗുഡ് നൈറ്റ്.